ഡോക്ടർ, അപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആക്ട്രസ് വിദ്യാ ബാലൻ്റെ. അപ്പം ആള് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്ക് യൂസ് ചെയ്തിട്ടാണ് ബോഡി വെയിറ്റ് ലോസ് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അതായത് ഒരു 35+ ആയിട്ടുള്ള ഒത്തിരി ലേഡീസിൽ ഒത്തിരി ഇൻഫ്ലമേഷൻ ഇപ്പോൾ ഭയങ്കര കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഭാഗം ആൾക്കാർക്ക് അക്യൂട്ട് എൻഡോടോക്സിമിയ എന്ന് പറയും. അവർക്ക് വെയിറ്റ് ലോസ് ആണ് വരുന്നത്. ഒരു വിഭാഗം ആൾക്കാർക്ക് ക്രോണിക് എൻഡോടോക്സിമിയ, അതായത് ടോക്സിൻ്റെ അക്യുമുലേഷൻ കൊണ്ടാണ് അത് വരുന്നത്. ഈ ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് വെയിറ്റ് ഗെയിൻ വരും. അതിൻ്റെ ശരിക്കും റൂട്ടായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറയാം. നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് വീർക്കാനായിട്ട്, അതല്ലെങ്കിൽ നീർക്കെട്ട് വരാനായിട്ടുള്ള ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത് നമ്മളുടെ അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റിൻ്റെ അഡിപ്പോസ് ടിഷ്യൂവിലാണ്. ഈ അഡിപ്പോസ് ടിഷ്യൂവിൽ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സിനെ ഒന്ന് പോയി ആക്ടിവേറ്റ് ചെയ്യും. ഈ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഹൈപ്പർട്രോഫി, അതായത് സെൽസ് വീർക്കും. ആ ഹൈപ്പർട്രോഫി നടക്കുമ്പോഴാണ് ഓരോ സെൽസും വീർക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും അതൊരു വെയിറ്റ് ഗെയിനിലേക്ക് വരും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനുള്ള വഴികൾ നോക്കുക. അതാണ് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള പ്രോട്ടോക്കോള് ആൾ ചൂസ് ചെയ്തത് കൊണ്ടാണ് ആൾക്ക് വെയിറ്റ് ലോസ് സംഭവിച്ചത്.